വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ചർച്ചകളിലും നിറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. പക്ഷേ ഇതെന്താണെന്ന് പലർക്കും മനസ്സിലാവാത്തത് കൊണ്ട് കമൻറ്റുകളായും മെസ്സേജുകളായും പലരും ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ വിഷയം തന്നെ വിശദമായി മനസ്സിലാക്കാം. എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്? അതിലെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്? ആരാണ് ഗാഡ്ഗിൽ? അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു? ഈ വിഷയം നമ്മൾ തുടങ്ങുന്നത് വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. സഹ്യാദ്രി റേഞ്ച് എന്നും അറിയപ്പെടുന്ന പശ്ചിമഘട്ടം ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ പാരലായി കിടക്കുന്ന ഒരു പർവ്വതനിരയാണ്. ഇത് 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. ഈ മാപ്പിൽ കാണുന്നത് പോലെ ഗുജറാത്തിൻ്റെ നോർത്തേൺ മോസ്റ്റ് പാർട്ട്, മഹാരാഷ്ട്രയുടെ മഹാബലേശ്വർ, ലോനാവാല ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ, ഗോവയുടെ ഒരു പ്രധാന ഭാഗം, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഏറ്റവും ഉയർന്ന ചില കൊടുമുടികളായി കാണുന്നത് കർണാടകയുടെ കുദ്ദേർമുഖ്, അതേപോലെ തന്നെ മുല്ലയാനഗിരി ഭാഗങ്ങളാണ്. തമിഴ്നാട്ടിൽ ഊട്ടി, കൊടൈക്കനാൽ ഭാഗങ്ങളും, അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഹിൽ സ്റ്റേഷൻസ് ആയ മൂന്നാറും മറ്റു ഉയർന്ന വനമേഖലകളുമാകുന്നു. സ്ഥലങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഈ പ്രദേശങ്ങൾ ഘോര വനങ്ങളും കാടും മലയും പുഴയും എല്ലാം അടങ്ങുന്ന ഇന്ത്യയുടെ അതിമനോഹരമായ ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ടൂറിസവും ഈ ഏരിയാസിൽ കൂടുതലാണ്. പക്ഷേ കാലക്രമേണ പല കാരണങ്ങളാൽ ഈ വെസ്റ്റേൺ ഗട്ട്സ് വീക്കായി തുടങ്ങി. അങ്ങനെ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം അനുസരിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതിയുടെ അവസ്ഥ വിലയിരുത്താനായി 2010 ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് നിയമിച്ച ഒരു എൻവയോൺമെന്റൽ റിസർച്ച് കമ്മീഷനായിരുന്നു ദ ഗാഡ്ഗിൽ കമ്മിറ്റി അഥവാ വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ. എക്കോളജിസ്റ്റും എൻവയോൺമെന്റലിസ്റ്റുമായ മാധവ് ഗാഡ്ഗിലിന്റെ ലീഡർഷിപ്പിലായിരുന്നു ഈ കമ്മിറ്റി. അങ്ങനെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ബയോഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഫംഗ്ഷൻസ്, അവിടുത്തെ ലാൻഡിൻ്റെ യൂസേജ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ടൂറിസം, ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തി വിശദമായ റിസർച്ചിന് ശേഷം 2011 ഓഗസ്റ്റ് 31 ഒരു ഫൈനൽ റിപ്പോർട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് അവർ സബ്മിറ്റ് ചെയ്യുകയായിരുന്നു. ഈ റിപ്പോർട്ടിൽ എന്തായിരുന്നു എന്ന് അറിയണ്ടേ? നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ 75% ഭാഗവും പരിസ്ഥിതി ലോല പ്രദേശമായി അടയാളപ്പെടുത്തി. എന്താണ് ഈ പരിസ്ഥിതി ലോല പ്രദേശം അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് ഏരിയ? സിമ്പിളായി പറഞ്ഞാൽ പ്രകൃതിയുടെ സെൻസിറ്റീവായ ഏരിയാസ്. ഈ ഏരിയാസ് ഡിസ്റ്റർബ് ചെയ്താൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് നശിച്ചു പോവുകയും നേച്ചറിൻ്റെ ടോട്ടൽ ബാലൻസ് തെറ്റുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ നാശനഷ്ടങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഇടയാക്കും. അപ്പോൾ തിരിച്ച് നമുക്ക് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിലേക്ക് വരാം. പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ആദ്യം ഈ പ്രദേശങ്ങളെ 3 എക്കോ സെൻസിറ്റീവ് സോണുകളായി തിരിച്ചു. സോൺ 1 പറയുന്നത് അല്ലെങ്കിൽ സോൺ 1 എന്ന് പറയുന്നത് ഹൈ സെൻസിറ്റീവ് ഏരിയാസ് ആണ്. ഈ ഏരിയയിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ എല്ലാ മൈനിങ് ആക്ടിവിറ്റീസ് അഥവാ ഖനനം അവസാനിപ്പിക്കുക. 8 വർഷത്തിനുള്ളിൽ രാസകീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ഉപയോഗം നിർത്തുക. 3 വർഷത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ബാൻ ചെയ്യുക. പുതിയ ചുവപ്പ്, ഓറഞ്ച് കാറ്റഗറീസിലുള്ള വ്യവസായങ്ങൾ പാടില്ല. നിലവിലുള്ള പ്ലാന്റുകൾ 2016 സീറോ എമിഷൻ നിലയിലേക്ക് മാറ്റണം. അണക്കെട്ടുകൾ, റെയിൽവേ, റോഡുകൾ, ഹിൽ സ്റ്റേഷനുകൾ പോലുള്ള പുതിയ വലിയ പദ്ധതികളൊന്നും ഈ ഏരിയാസിൽ പാടില്ല. ഈ നിയന്ത്രണങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം അനുസരിച്ച് പശ്ചിമഘട്ട എൻവയോൺമെന്റ് അതോറിറ്റി എന്ന ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുക. എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിന് പ്രദേശത്ത് ടൂറിസം കൺട്രോൾ ചെയ്യുക. ഇനി സോൺ 2 മോഡറേറ്റ് സെൻസിറ്റീവ് ഏരിയ. ഈ മേഖലകളെ കുറച്ചുകൂടി കെയർ ചെയ്യണം. നേരത്തെ പറഞ്ഞ എല്ലാ നിയന്ത്രണങ്ങളും കുറച്ച് ഇളവുകളോടെ ഇവിടെ പൂർത്തിയാക്കണം. അടുത്തത് സോൺ 3 ആണ്, ലോ സെൻസിറ്റീവ് ഏരിയ. സംരക്ഷണത്തിന് കൂടുതൽ ഇളവുകളുള്ള പ്രദേശങ്ങൾ. ഇവിടെ പ്ലാസ്റ്റിക് ബാഗ്സിൻ്റെയും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ യൂസേജും പാടില്ല. മറ്റു കാര്യങ്ങൾ ലീഗൽ റൂൾസ് പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതെല്ലാം അടങ്ങുന്ന റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ഓപ്പോസിഷൻസ് വരാൻ തുടങ്ങി. തലമുറകളായി അവിടെ ജീവിച്ച സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അറിയാലോ, സ്വാഭാവികമായും എതിർപ്പുകളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് അമിതമായി പരിസ്ഥിതി സൗഹൃദമാണെന്നും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നും വിമർശിക്കപ്പെട്ടു. പക്ഷേ പ്രതിഷേധങ്ങൾക്കപ്പുറമാണല്ലോ യാഥാർത്ഥ്യങ്ങൾ. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒന്ന് മാറ്റിപ്പണിയാനും പുതിയ സാധ്യതകൾ പരിശോധിക്കാനും ഡോക്ടർ കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ കെട്ടടങ്ങി. കസ്തൂരിരംഗൻ കമ്മിറ്റി കുറച്ചുകൂടെ ലീനിയന്റ് ആയ രീതിയിൽ കുറച്ച് പ്രദേശങ്ങളെ മാത്രമായി എക്കോ സെൻസിറ്റീവ് സോണുകളാക്കിക്കൊണ്ട് ബാക്കി പ്രദേശങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കി. വർഷങ്ങൾ കടന്ന് ഇങ്ങനെ 2024 എത്തി നിൽക്കുമ്പോൾ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ ശരിക്കും ചിന്തിക്കേണ്ടത് ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെ ആയിരുന്നോ നടപ്പിലാക്കേണ്ടത് എന്നാണ്. അങ്ങനെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാനാകുമായിരുന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യൂ.